രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പടക്കം പൊട്ടിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ്. സിപിഎം സൈബർ ഹാൻഡലുകൾ ആഘോഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഒരു ധാർമ്മികതയും മൂല്യങ്ങളും അത് സിപിഎമ്മിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് അതിന് എത്രത്തോളം ഗുണകരമാണെന്ന് അവരെന്ന് ആലോചിക്കുക. ആ പടക്കം പൊട്ടിക്കേണ്ടത് സത്യത്തിൽ പിണറായി വിജയൻ്റെ ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ട പടക്കമാണ്. ആ പടക്കത്തിൻ്റെ ശബ്ദത്തിലെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എത്ര പരാതികൾ ഇതിനു മുമ്പ് സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ, ഞാനിപ്പോൾ മണ്ണാർക്കാട് നിന്നാണ് സംസാരിക്കുന്നത്, ഇവിടെ നിന്ന് ഉൾപ്പെടെയൊക്കെ എത്ര പരാതികൾ അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടിക്കാണും. ഏതെങ്കിലും ഒരു പരാതി അദ്ദേഹം DGPക്കോ പോലീസിനോ കൈമാറിയിട്ടുണ്ടോ? പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചു, അവരൊരു അന്വേഷണം നടത്തി, എന്നിട്ട് അവർ തീവ്രത അളന്നു, എന്നിട്ട് അവർ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ അങ്ങനെ കമ്മീഷൻ വെച്ചിട്ടില്ല, ആ പാർട്ടി തന്നെ ഇന്റേണലായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല, നേരെ പോലീസിന് കൈമാറി നിയമപരമായ സാധ്യതകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് എടുത്ത ഏറ്റവും ഉന്നതമായ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിൽ CPM പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വയം ട്രോളുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിലും അയാളുടെ കാതു തുറക്കട്ടെയെന്ന് ജനീഷ് പറഞ്ഞു. പടക്കം പൊട്ടിക്കൽ സ്വയം ട്രോളുന്നതിന് തുല്യമാണ്. നിരവധി പീഡന പരാതികൾ ലഭിച്ചിട്ടും തീവ്രത അളക്കാൻ പാർട്ടിക്കാരെ നിയോഗിച്ച ആളാണ് പിണറായി വിജയൻ. പാവങ്ങൾക്കും രോഗികൾക്കും നൽകുന്ന പൊതിച്ചോറിനെ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇന്നലെ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ കണ്ടതെന്നും ഇത് സംഘടനയുടെ പാപ്പരത്തമാണ് കാണിക്കുന്നതെന്നും ജനീഷ് വാർത്താലേഖകരോട് പറഞ്ഞു. ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊതിച്ചോറുമായിട്ട് കാസർഗോഡ് പോയി നിൽക്കുന്ന കാഴ്ച കണ്ടു. ഈ പൊതിച്ചോറൊക്കെ ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലകളിൽ അവർ പറഞ്ഞിരുന്നതെങ്കിൽ അത് തികച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവരുടെ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ CPMനെ സംബന്ധിച്ചും ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചും ആഘോഷിക്കാനൊന്നുമില്ല. ഡിവൈഎഫ്ഐക്കാരന് സാധിക്കുമെങ്കിൽ നട്ടല് നിവർത്തിയെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ പിണറായി വിജയനോടും CPMനോടും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് മുകേഷ് ഇപ്പോഴും CPMന്റെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായി തുടരുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയിട്ടാണ് ഡിവൈഎഫ്ഐക്കാരൻ ചോദിക്കേണ്ടത്. അത് ചോദിക്കാൻ അർഹതയില്ലാത്തടത്തോളം കാലം ഈ പൊട്ടിക്കുന്ന പടക്കങ്ങളും ഇപ്പോൾ നടത്തുന്ന ആഘോഷങ്ങളൊക്കെ ഒരു സെൽഫ് ട്രോൾ ആണ് എന്ന് CPM DYFI മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനാണ്.